ചെറുപ്പകാലഘട്ടത്തിലെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഓർമ്മയിൽ വരികയാണ്. 30 രൂപയാണ് അന്ന് വിനോദയാത്രയ്ക്ക് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ കൊടുക്കാനായിട്ട് ടീച്ചർമാർ പറഞ്ഞിരുന്നത്. 30 രൂപയൊക്കെ ഒപ്പിച്ച് അന്ന് വിനോദയാത്രയ്ക്ക് പോണേൻ്റെ തലേദിവസം ആ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ടീച്ചർമാർ ചില കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണമെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. യാത്രയ്ക്ക് പോകുമ്പോൾ കുടിവെള്ളവും ഉച്ചയ്ക്ക് ഭക്ഷണവും ഇടയ്ക്കൊക്കെ കഴിക്കാനായിട്ട് ചില ചിപ്സൊക്കെ കരുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ വിനോദയാത്ര ചെയ്യുന്ന ആ ദിവസത്തെക്കാളും വളരെ മനോഹരമായി തോന്നിയ സമയമായിരുന്നു. ആ വിനോദയാത്രയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല യാത്രകളും ചെയ്തിട്ടുണ്ട്. ചിലത് ഒരുക്കത്തോടു കൂടിയുള്ള യാത്ര, ചിലതൊക്കെ കയ്യിൽ കരുതിയുള്ള യാത്രകളൊക്കെ നമ്മളൊക്കെ ആ യാത്രകളെ മനോഹരമാക്കുകയാണ്. നോക്കിയാൽ ഈ വേനൽക്കാലത്ത് നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ ശുദ്ധജലം കരുതും, തുവാല കരുതും, ചില കരുതലുകളൊക്കെ നമ്മുടെ യാത്രയിൽ ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ വചനത്തിൽ ഇത്തരം വിപരീതമായിട്ടുള്ള ഒരുക്കത്തോടുകൂടെ യാത്ര ചെയ്യണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. 72 ശിഷ്യന്മാരെ ഈശോ അയക്കുകയാണ്. കയ്യിലൊന്നും കരുതാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവൻ്റെ ശാഠ്യം. കാരണം കയ്യിൽ കരുതുന്നവരുടെ ഹൃദയം ശൂന്യമായി പോകുമെന്ന് അവനറിയാം. കയ്യിലൊന്നുമില്ലാത്തവരുടെ ഹൃദയത്തിൽ നിറയെ വചനം നിറയ്ക്കാൻ സാധിക്കുമെന്ന് അവനറിയാം. ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടോ എന്നറിയണമെങ്കിൽ വചനം പ്രസംഗിക്കുന്നവരുടെ കൈകളിലേക്ക് നോക്കിയാൽ മതി. ശൂന്യമായ കൈകളിൽ അവരുടെ ഹൃദയം ക്രിസ്തുവിനാൽ നിറഞ്ഞിരിക്കുമെന്ന് ഉറപ്പ് തന്നെ. ഈ 72 ശിഷ്യന്മാരെ അയക്കുമ്പോൾ വടിയോ സഞ്ചിയോ സംരക്ഷണത്തിൻ്റെ കരുതലിൻ്റെ ഒന്നും കരുതി വെക്കരുതെന്ന് ഈശോ അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു തലമുണ്ട്. വചനം പ്രസംഗിക്കുന്നവൻ എപ്പോഴും സമാധാനം സ്ഥാപിക്കുന്നവനായിരിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ 2 കാര്യങ്ങളാണ് യഥാർത്ഥ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈശോ ശാഠ്യം പിടിക്കുന്നത്. ഒന്ന്, കരുതലുകളൊന്നും പാടില്ല. മറ്റൊന്ന്, സമാധാനം സ്ഥാപിക്കുന്നവനായിരിക്കണം. വാക്കുകളിലും ചിന്തകളിലും പറയുന്നതെന്തോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നവൻ കൂടിയായിരിക്കണമെന്ന് ഈശോ ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈശോയുടെ ശിഷ്യനാകണമെങ്കിൽ, ഈശോയുടെ കൂടെ നടക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഇങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമാണ് ഹൃദയത്തിൽ വചനം കൊണ്ട് നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഹൃദയത്തിൽ വചനം നിറഞ്ഞവർക്ക് മാത്രമേ സമാധാനം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയം വചനം കൊണ്ട് നിറയ്ക്കാനായിട്ട് ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം, ചില വസ്തുക്കളോടുള്ള പ്രിയമായിരിക്കാം, ചിലതിനോടൊക്കെയുള്ള അമിതമായിട്ടുള്ള ആസക്തികളായിരിക്കാം. എന്തു തന്നെ ആയാലും ചിലതൊക്കെ ഉപേക്ഷിച്ച് ഈശോയെ സ്വന്തമാക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.